അവസാനം ദാ ഇവരും കൂടൊഴിഞ്ഞു പോയി. നീലിമയും മക്കളും കൂടൊഴിഞ്ഞു പോയതിനു ശേഷം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ യാർഡിൽ ബ്ലൂടിറ്റിനെ കാണാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്റ്റോറേജിനോട് ചേർന്നുള്ള കൂട്ടിൽ 5 മുട്ടകൾ കൂടി ഉണ്ടെന്ന് അറിയുന്നത്. സ്റ്റോറേജിന്റെ സൈഡിലിരുന്ന് പൂക്കളൊക്കെ പിച്ചി കളിക്കുമ്പോഴാണ് ആ മുട്ടകളൊക്കെ വിരിഞ്ഞ് കുഞ്ഞുങ്ങളായെന്ന് ഏവക്കുട്ടൻ കണ്ടെത്തിയത്. വിരിഞ്ഞപ്പോൾ 5 കിളിക്കുഞ്ഞുങ്ങളും അതിലുണ്ടായിരുന്നെങ്കിലും കൂടൊരു ഇറയത്തായതുകൊണ്ട് തന്നെ കുറച്ചു ദിവസങ്ങൾക്കകം അത് 4 എണ്ണമായി അവശേഷിച്ചു. കൂട്ടിൽ നിന്ന് താഴെ വീണപ്പോൾ ചിലപ്പോൾ പൂച്ച കൊണ്ടുപോയതാകാം. ബാക്കി വന്ന 4 പേരിൽ 3 പേരും നന്നായി പറക്കാൻ പഠിച്ചു കൂടൊഴിഞ്ഞു പോയിരിക്കുന്നു. പതിവ് പോൽ കൊത്തിപ്പിരിഞ്ഞുപോയി മെയ്ച്ചൂടിൽ അടവെച്ചുണർത്തിയ കൊച്ചുമക്കൾ. സുഗതകുമാരിയുടെ വരികൾ ഓർമ്മ വന്നു. അവസാനം വന്ന ഈ ഒരു കിളിയുടെ കാലിന് എന്തോ കുഴപ്പമുണ്ട്. കുറച്ചൊന്ന് പറന്ന് അടുത്ത മരച്ചില്ലയിൽ വന്നിരുന്ന് അവിടുന്ന് താഴെ വീണു. നമ്മൾ അവനെ അവിടുന്ന് പൊക്കിയെടുത്തു കൊണ്ടുവന്ന് സ്നേഹത്തോടെ തലോടി വീണ്ടും തിരികെ കൂട്ടിൽ കൊണ്ടുവച്ചു. പക്ഷെ ആ കൂട്ടിൽ ഒറ്റയ്ക്കിരിക്കാൻ അവൻ തയ്യാറായില്ല. വീണ്ടും അവിടുന്ന് താഴെ വീണു. വരവായൊരന്തിയെ കണ്ണാലൊഴിഞ്ഞുകൊണ്ട് ഒരു കൊച്ചു രാപ്പു ഉണർന്ന നേരം ഒരു പാട്ട് വീണ്ടും പതുക്കെ മൂളുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. ഈ വരികൾ ശരിക്കും ഇപ്പോഴാണ് അർത്ഥവത്തായതെന്ന് തോന്നിപ്പോകും. അന്ന് പകൽ അവിടൊക്കെ കണ്ടെങ്കിലും പിറ്റേന്ന് മുതൽ അവൻ അപ്രത്യക്ഷനാണ്.